إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاتر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يدرأكم فيه ليس كمثله شيء وهو السميع البصير. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽപ്പെടാൻ പരമാവധി ശ്രമിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. പരമാവധി ഒന്ന് അടുത്തിരുന്നു കൊടുക്കുക എല്ലാവരും. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള സൗഭാഗ്യം ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ചകളിലെ ഖുതുബകളിൽ ഒരുപാട് നന്മകളെപ്പറ്റിയും തിന്മകളെപ്പറ്റിയും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. 1444 വർഷങ്ങൾക്ക് മുമ്പ്, അതിന്റെ മുമ്പ് നടന്ന പ്രവാചകന്മാരും ജീവിച്ച പ്രവാചകന്മാരും നടന്ന ഉപദേശങ്ങളിലും എല്ലാമുള്ള കാര്യങ്ങളാണ് സവിസ്തരം നമുക്കും പറയാനുള്ളതും കേൾക്കാനുള്ളതും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും ഏതൊരർത്ഥത്തിലൊരു മനുഷ്യന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ അത്തരുണത്തിലെല്ലാം എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയവും നമുക്ക് പരിചിതമാണ്, കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഉൾക്കൊള്ളുന്നിടത്തും പ്രാവർത്തികമാക്കുന്നിടത്തുമുള്ള പോരായ്മകളും വീഴ്ചകളുമാണ് യഥാർത്ഥത്തിൽ നമ്മയൊക്കെയും ബാധിച്ചിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ സൂക്ഷ്മാലുക്കളായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മക്കളുമായി ബന്ധപ്പെട്ടും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് തിന്മകളെ വളരെ സാഗൂതം ശ്രദ്ധിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നാലും നമുക്കെല്ലാവർക്കുമുള്ള ഇനിയും നിൽക്കുന്ന ആശങ്ക എന്താന്ന് വെച്ചാൽ, കാര്യങ്ങളൊക്കെ മനസ്സിലായി, ആയത്തും ഹദീസും ഒക്കെ ബോധ്യപ്പെട്ടു, കുട്ടികൾക്കത് കേൾക്കാനുള്ള സാഹചര്യം ഒരുക്കി, കുട്ടികൾ കേട്ടു, കുട്ടികൾ ഉപദേശിച്ചു, അതേപോലെ ഭാര്യയെ ഉപദേശിച്ചു, ഭർത്താവിനെ ഉപദേശിച്ചു, സഹോദരങ്ങളെയും കുടുംബത്തെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി.
എന്നിട്ടും നമ്മുടെ നാട്ടിൽ തിന്മ ഇങ്ങനെ പെരുകയാണല്ലോ എന്നുള്ളതാണ് എല്ലാവരെയും പരാതി. എല്ലാവരും നോക്കിക്കാണുന്ന ഇന്നത്തെ അവസ്ഥയും അതാണ്. തിന്മകളുടെ ഒത്തൊഴുക്ക് ഇങ്ങനെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ആളുകൾ വളരെ സജ്ഞരായിക്കൊണ്ട്, അറിവുള്ള ആളുകളായിക്കൊണ്ട്, സൂക്ഷ്മാലുക്കളായിക്കൊണ്ട് അവരുടെ ശ്രദ്ധയാർന്ന ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ശതമാനം ആളുകൾ ഇതൊക്കെയും ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നിരസിച്ചോ ഒക്കെ ജീവിതത്തിൽ തിന്മയുമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നന്മ ചെയ്യുന്ന ആളുകൾക്കും തിന്മ ചെയ്യുന്ന ആളുകൾക്കുമൊക്കെയും ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു വരികയും ചെയ്യുകയാണ്. ചിലപ്പോ അള്ളാഹനെ ധിക്കരിച്ച് അള്ളാഹനെ സൂക്ഷിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങളൊക്കെ പറഞ്ഞ നന്മകൾ പോലും ചെയ്യാതെ വളരെ അശ്രദ്ധരായും വളരെ അഹങ്കാരികളുമായും ജീവിക്കുന്ന ആളുകൾക്ക് ഭൗതിക ജീവിതത്തിൽ വലിയ സുഖങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്, വലിയ സുഖങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നാൽ അള്ളാഹനെ ഓർത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളെയൊക്കെ അനുധാവനം ചെയ്തും പരമാവധി പകർത്തിയും പാലിച്ചും ഒക്കെ ജീവിക്കുന്ന ആളുകളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ കടന്നുവരുന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അവർ നേരിടുന്ന പ്രയാസങ്ങളുമൊക്കെയും ഒരുപാട് അധികരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള തിന്മകൾ നമുക്ക് എടുത്തു മാറ്റാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം പല ആളുകളും അവർ ആരാധിച്ചു പോരുന്നു എന്ന് പറയുന്ന നമ്മുടെ റബ്ബിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് എന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ ആളുകൾ മറന്നുപോകും. അള്ളാഹുവിനെ നിങ്ങൾ മറക്കല്ലേ എന്ന് നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ആളുകളുടെ ജീവിത രീതികളുമെല്ലാം കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്ത് എന്നതാണ്. അള്ളാഹനെ തിരിച്ചറിയുക. അള്ളാഹുവാണ് ആരാധ്യൻ, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാ കാര്യത്തിന്റെയും പിന്നിലെ ആ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി അള്ളാഹുവാണെന്നും കടന്നുവരുന്ന നന്മയിലും തിന്മയിലും അള്ളാഹുവിന്റെ തീരുമാനമാണെന്നും ഒക്കെ തിരിച്ചറിയാവുന്ന തലത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അതാണ് തൗഹീദ്. ഏകദൈവാരാധന എന്ന് പറഞ്ഞതാണ്. ലവലേശം പോലും അള്ളാഹു അല്ലാത്ത ഒന്നിലേക്ക് അള്ളാഹുവിന് നൽകുന്ന ഏതെങ്കിലും ഒരു സ്ഥാനമോ ഏതെങ്കിലും ഒരു മാനമോ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാത്ത അവസ്ഥക്കാണ് തൗഹീദ് എന്ന് പറയുന്നത്. ലൈസ കമിസ്ലിഹി ശൈഉൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറയിൽ പറയുന്നുണ്ട്, അവനെ പോലെ മറ്റൊന്നില്ല, അവനെ പോലെ ഒന്നില്ല. ആലോചിക്കേ വേണ്ട. അങ്ങനെ ഒന്നിനെ നിങ്ങൾ തെരഞ്ഞു നടക്കാനും പോകണ്ട, കിട്ടില്ല. സൂറത്ത് ഇഖ്ലാസിൽ പറയുന്നില്ലേ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ആരുമില്ല എന്നവർ. ഒരാളെയും നമ്മൾ കാണണ്ട. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ഒന്നിനെയും നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ സ്വീകരിക്കുന്നത് പോലെ മറ്റേതെങ്കിലും നൂലിൽ നിന്നോ മറ്റേതെങ്കിലും തകിടിൽ നിന്നോ ഏതെങ്കിലും ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും ആളുകളുടെ അടുത്ത് പോകുന്നതിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സകലമായ സൽക്കർമ്മങ്ങളും അതോടുകൂടി ഇല്ലാതായി പോന്നവർ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരാകുന്ന. നമുക്കറിയാം, ഒരു ഒരാൾ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, അയാളുടെ മുതലുകൾ അയാൾക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് അയാൾ നഷ്ടത്തിൽ എന്ന് പറയില്ല, മുതലെങ്കിലും കിട്ടിയെന്ന് പറയും. ഇവിടെ നഷ്ടം എങ്ങനെയാ? മുതലും നശിക്കുക, ഒന്നും ഇല്ലാതാവുക, ഉള്ളതൊക്കെ പോവുക. അതാണല്ലോ നഷ്ടം. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഒരാൾ 50 കൊല്ലം അള്ളാഹനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഇബാദത്ത് ചെയ്തും സദഖ ചെയ്തും നേടിയെടുത്ത നന്മകൾ ആ 51ാമത്തെ കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ അയാൾ ഏർപ്പെടുകയും അതിനുശേഷം അള്ളാഹു അല്ലാത്ത ഒന്നിൽ നിന്നൊരു സഹായമോ പ്രതീക്ഷയോ അല്ലെങ്കിൽ അതല്ലാത്തൊരു കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഭയമോ അയാൾക്ക് കടന്നു വന്നാൽ അയാൾ അത്രയും കൊല്ലം ചെയ്തു വെച്ച ഇബാദത്തുകൾ ശൂന്യമായി പോകുന്ന, ധൂളികളായി പാറിപ്പോകും, ഇല്ലാതായി പോകുന്നവർ.
അത് വലിയ നഷ്ടമായിരിക്കുമെന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഏകദൈവാരാധന, ആ ഏകദൈവാരാധനയിൽ പൂർണ്ണമായ ബോധ്യം നമുക്കും നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നൽകിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരിക്കുക നമ്മളൊക്കെ തൗഹീദുള്ളവരാണ്, ഇനി അത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള നോക്കിയാൽ മതി എന്ന് വിചാരിക്കുക. ചില ആളുകൾ തിന്മകൾ ചെയ്യും. തിന്മകൾ ചെയ്യുന്നവരുടെ വലിയ പ്രതീക്ഷ എന്തറിയോ? തിന്മയൊക്കെ ചെയ്താൽ നമ്മൾ തൗഹീദ് ഉണ്ടല്ലോ. തൗഹീദുള്ള ആളുകൾക്ക് തിന്മ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ള ആളുകൾ തിന്മ ചെയ്യാനേ പാടില്ല. കാരണം എന്താ? അള്ളാഹു തിരിച്ചറിഞ്ഞോനാണ്, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവനാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, ആ പ്രബോധനം തുടങ്ങുന്നതിന്റെ അള്ളാഹുവിന്റെ റസൂൽ എടുത്തൊരു രീതിശാസ്ത്രമുണ്ട് പ്രബോധനത്തിൽ. നമ്മുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഈ മക്കയിലെ കട്ടക്കൂരിട്ടുള്ള ആരാധനകളിലും അതല്ലെങ്കിൽ അവരുടെ സൽക്കർമ്മങ്ങളിലും എല്ലാത്തിലും ആളുകളെ നിരീക്ഷിക്കുന്ന സമയത്ത് അള്ളയല്ലാത്ത ആളുകളെ, അള്ളാഹു ആകാശങ്ങൾ സൃഷ്ടിച്ചത് റബ്ബാണെന്ന് പറയുന്നവർ പോലും പ്രാർത്ഥിക്കുന്ന തലത്തിൽ, ഇലാഹാക്കുന്ന സ്ഥലത്തിൽ അള്ളയല്ലാത്ത ആളുകൾ ഉൾപ്പെടുത്തുന്നു അവർ ഇബാദത്തുകളിൽ. അതുപോലെ തന്നെ എല്ലാ തിന്മകളും കുത്തൊഴുകുകയാണ്. എല്ലാം വ്യഭിചാരം, കൊലപാതകം, ഏത് നിരക്ക് ഏതെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നത്തിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കും. ഒരു ഗോത്രത്തിന്റെ ഒട്ടകം തൊട്ടടുത്തുള്ള ഗോത്രത്തിന്റെ ഈന്തപ്പനയോല കടിച്ചു തിന്നു എന്നതിന്റെ പേരിൽ 10-15 വർഷക്കാലം ഒരാളുടെയും വാൾത്തലപ്പിൽ രക്തത്തുള്ളികൾ ഉണങ്ങിയ ഒരു ദിനം അവർക്ക് വന്നിട്ടില്ല എന്നാണ്. പോരടിച്ചിരുന്നു അവർ. അതുപോലെ തന്നെ കുട്ടികളെ കൊല്ലുന്നു, പെൺകുട്ടികളെ കുഴിച്ചുകൂടുന്നു, വ്യഭിചാരം സാർവത്രികമാകുന്നു. ഓരോ വീടിന്റെയും മുന്നിൽ വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ട് ഞാൻ വരാം, ഞാൻ റെഡിയാണ്, നിങ്ങൾക്ക് ആർക്കും വരാം എന്നുള്ള സിഗ്നലുകൾ നൽകിയിട്ട് സ്ത്രീകൾ ജീവിച്ചിരുന്ന ഒരു കാലം. അള്ളാന്റെ റസൂൽ പ്രബോധനം തുടങ്ങി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ആദ്യം തന്നെ നിങ്ങൾ മദ്യപിക്കല്ലേ, നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല റസൂൽ പറഞ്ഞത്. ആദ്യം തന്നെ അള്ളാന്റെ റസൂൽ അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് പറയുന്നുണ്ട്. അള്ളാന്റെ റസൂൽ ഒരു കുന്നിൻ ചെരുവിൽ കയറി നിന്നിട്ട് എല്ലാവരെയും വിളിച്ചു. അന്ന് റസൂൽ എല്ലാ ആളുകൾക്കും റസൂൽ വിശ്വസ്തനാണ്. മുഹമ്മദ് എന്ന പുത്രൻ ഏറ്റവും നല്ല ഹാഷിം കുടുംബത്തിൽ, ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലെ അബ്ദുള്ളയുടെ മകനായി അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു വളർന്ന അന്നു മുതൽ നല്ല മോനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വസ്തനാണ്. അവർക്കിടയിലെ പല തർക്കങ്ങളും ഈ സത്യസന്ധനായ മോനെ കൊണ്ട് പരിഹരിക്കുന്ന അവസ്ഥയിലേക്ക് ആ പ്രദേശത്തുകാർ മാറിയ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുന്നിൻ ചെരുവിൽ കയറി നിന്നിട്ട് എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുന്നിന്റെ പിറകിൽ സായുധ സജ്ജരായ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അൽ അമീൻ എന്ന് പുകഴ്ക്കൊണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കും, നീ പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സത്യം പറയാം, ഈ ആകാശ ലോകങ്ങൾ പടച്ചതൊരു റബ്ബുണ്ട്, ഏകനായ ഒരു ആരാധ്യനുണ്ട്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലാത്തയും ഉസ്സയും ഹുബലും അതൊന്നുമല്ല ആരാധ്യം എന്ന് പറഞ്ഞിട്ട് ആകാശ ലോകങ്ങൾ പടച്ചൊരു റബ്ബിനെ പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂലിന്റെ പ്രബോധനത്തിൽ റസൂൽ ആദ്യം തന്നെ അവിടുത്തെ ഹറാമുകൾ നീക്കം ചെയ്യുന്ന പണിയല്ല എടുത്തത്. ആദ്യം തന്നെ അള്ളാനെ പറ്റി പറഞ്ഞു കൊടുത്തു, ഏകനായ ഒരു രക്ഷിതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, അവന്റെ വലിപ്പം പറഞ്ഞു കൊടുത്തു, അവന്റെ സാങ്കത്യം പറഞ്ഞു കൊടുത്തു, അവന്റെ ഈ സൃഷ്ടിജാലങ്ങളിലുള്ള അവന്റെ സാന്നിധ്യം പറഞ്ഞു കൊടുത്തു, അവന്റെ നിയന്ത്രണത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. ഏഴാകാശങ്ങളെയും ഭൂമിയെയും പടച്ചതും അതിനെ നിയന്ത്രിക്കുന്നതും കാറ്റും കോളും ഇടിയും മിന്നലും മഴയും എല്ലാം നിയന്ത്രിക്കുന്ന ആ റബ്ബിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവർ അള്ളാഹുവിനെ പറ്റി അവർ തിരിച്ചറിഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഗൈബിയായ കുറെ കാര്യങ്ങൾ അതുപോലെ തുടരാൻ തുടങ്ങി. തുടർന്നു നരകത്തെ പറ്റി, ഖബറിനെ പറ്റി പറഞ്ഞു, മഹ്ശറിനെ പറ്റി പറഞ്ഞു, സ്വർഗ നരകങ്ങളെ പറ്റി പറഞ്ഞു, സിറാത്തിനെ പറ്റി പറഞ്ഞു, മീസാനെ പറ്റി പറഞ്ഞു. അവരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഉത്ബുദ്ധരായി. ആ സമയത്താണ് ഇനി നിങ്ങളുടെ കൈകളിലുള്ള, നിങ്ങളുടെ ജീവിതങ്ങളിലുള്ള, നിങ്ങളുടെ ശൈലികളിലുള്ള, നിങ്ങളുടെ ജീവിത നടപടിക്രമങ്ങളിലുള്ള ഇന്ന തിന്മകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഒരാന്തരമായ നരകത്തിലേക്ക് നിങ്ങൾ പോകുമെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് വന്നു. ആദ്യത്തിൽ നല്ലൊരു ഫൗണ്ടേഷനാണ് കൊടുത്തത്. എന്താ ഈ തിന്മ എന്തിനാ നിർത്തുന്നതെന്ന് ആളുകൾ ചോദിച്ചാൽ
ഈ തിന്മ നിർത്തുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഒരാളെ കൊന്നവനും 100 ആളെ കൊന്നവനും നമ്മുടെ നാട്ടിൽ നൽകുന്ന പരമാവധി ശിക്ഷ പ്രിയപ്പെട്ടവരെ ഒരു തൂക്കുകയറാൻ അല്ലേ? ഒരാളെ കൊന്നവനും തൂക്കുകയർ, 100 ആളെ കൊന്നവനും തൂക്കുകയറാകുമ്പോ അവിടെ എന്തില്ല? ഒരു നീതി നടപ്പാകുന്നില്ല. എന്നാൽ നീതിമാനായ റബ്ബിന്റെ കോടതിയിൽ ഓരോ അണുമണിത്തൂക്കം തിന്മകൾക്കും അതതിൻ്റെതായ തൂക്കം കുറയ്ക്കാതെ, കടുപ്പം കുറയ്ക്കാതെ ശിക്ഷയുണ്ടാകുമെന്നുള്ള ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയിൽ നിന്നാണ് അവർ ഓരോ തിന്മകളും എടുത്തു മാറ്റാൻ തുടങ്ങിയത്. ഞാനിതെല്ലാം പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും നമ്മുടെ മക്കളിലുമുള്ള പരമാവധി തിന്മകളെ പറഞ്ഞിട്ടും മാറ്റമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ അള്ളാനെ പറ്റി, ആരാധ്യനെ പറ്റിയിട്ട് ചർച്ച തുടങ്ങണം. അങ്ങനെ ഒരു അള്ളാനെ നമ്മൾ മറന്നു പോകുന്നുണ്ടാ എല്ലായിടത്തും തിന്മകൾ കയറി വരുന്നത്. തിന്മകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതാണ് നമ്മളുടെ പ്രഖ്യാപനം അല്ലേ? അല്ലാഹുവാണ് ആരാധ്യൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒരു അടിമയുടെ ഒന്നാമത്തെ നിർബന്ധ ബാധ്യത തൗഹീദാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ ചെല്ലുന്നത് വേദക്കാരായ ആളുകളുടെ അടുക്കലേക്കാണ്. ഫദഊഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്കാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത്, ഫൽയകുൻ അവ്വല മാ തദഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക്, അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ തീർച്ചയായും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വലിയ പ്രതീക്ഷയുള്ള പ്രവാചക വചന ഇതൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, ഒരു മനുഷ്യൻ തോന്നിയാസങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു, എന്നിട്ട് ആളുകൾ എന്ത് ചെയ്തു? അവന്റെ നാവിനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിച്ചു. മതിയോ? പോരാ പ്രിയപ്പെട്ടവരെ, അവന്റെ ഖൽബിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അവൻ അല്ലാഹനെ ബോധ്യപ്പെടണം, അല്ലാഹുവിൽ അവൻ വിശ്വസിക്കണം. ഇല്ല എങ്കിലോ ഫിർഔൻ ചെല്ലിയിട്ടുണ്ട്. ഫിർഔൻ ചെല്ലിയതുപോലെ ചെല്ലിയാൽ മതിയോ? പോരാ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധമുഖത്ത് ശത്രുവിന്റെ നെഞ്ചത്ത് കയറി അദ്ദേഹത്തിന്റെ വാള് കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആ ശത്രു എന്ത് ചെയ്തിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ടില്ലേ? പ്രിയപ്പെട്ടവർ ആലോചിക്കും. അതായത് അവനവന്റെ മരണങ്ങൾ കാണുമ്പോൾ അവനവന്റെ മരണമുഖത്ത് രക്ഷപ്പെടാനുള്ളൊരു സൂത്രവാക്യമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന്റെ ജീവിതത്തിൽ മുച്ചൂടും അല്ലാഹനെ തിരിച്ചറിഞ്ഞ് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് തന്റെ റബ്ബിന്റെ അടുക്കലേക്കുള്ള തിരിച്ചുള്ള മടക്കമാണിത് എന്ന് ബോധ്യപ്പെടുകയും മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവന്റെ റൂഹുകൾ ഉയർത്തപ്പെടുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ എന്ന് പറയാൻ അവന്റെ മനസ്സ്, അവന്റെ കൽബ് പാകപ്പെടണം. എങ്കിലാണ് അവൻ രക്ഷപ്പെടുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവസാന വാക്കായിട്ട് കലിമത്തു തൗഹീദ്, നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളൊക്കെ അവരെല്ലാം പറയുന്ന ചില വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ അധികാരികളുമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ എല്ലാ സമയത്തും അവന്റെ വായിൽ നിന്ന് എന്ത് വന്നോളും? ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നു വരും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര ദിക്റുകളാ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. നാവുകൾ നനഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുന്ന, ദറജകൾ ഉയർത്തപ്പെടുന്ന, നന്മകൾ രേഖപ്പെടുത്തുന്ന എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാറുകളായിട്ട് നമുക്ക് പഠിപ്പിക്കുന്നു. ആ അധികാറുകളിലെല്ലാം മികച്ചതായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തുലാസിന്റെ ഒരു ഭാഗത്തും ഭൂമുഖത്ത് അല്ലാഹു സൃഷ്ടിച്ച മുഴുവൻ വസ്തുജാലങ്ങളെയും ഒരു ഭാഗത്തും വെച്ചാൽ
ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ തൗഹീദ് പ്രിയപ്പെട്ടവരെ സകലമായ തിന്മകളിൽ നിന്നും നമുക്കുള്ള ഏറ്റവും വലിയ പരിചയാണ്, പടച്ചട്ടയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും തൗഹീദ് നമുക്കില്ലേ, നമ്മൾ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, എന്നിട്ടും എന്റെ വീട്ടിൽ തിന്മണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അള്ളാനെ പറ്റി അറിയാത്തോണ്ട, അള്ളാനെ ഭയപ്പെടാത്തോണ്ട ഞാൻ ഇന്നത് ചെയ്യും എന്റെ തൊട്ട്. നിങ്ങൾ അറിയൂ, നമ്മളൊരു തിന്മ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പടപ്പായ നമ്മളൊരു സുഹൃത്ത് നമ്മളെ തൊട്ടടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓനുണ്ട് എന്നുള്ള കാരണത്താല. ഓൻ പോയാലോ നമ്മൾ ചെയ്യും. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ തിന്മ, അല്ലെങ്കിൽ തിന്മല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരൻ നമ്മൾ എന്താ ചെയ്യാം? പെട്ടെന്ന് നമ്മൾ മാറ്റി വെക്കും, അല്ലെങ്കിൽ അത് തട്ടിക്കളയും. എന്നിട്ട് ഓൻ പോയാൽ ചിലപ്പോൾ അവർ വീണ്ടും തുടരും. സിനിമ കാണുന്ന ആൾക്കാർ അത് പൗസ് ചെയ്യും, ഓഫ് ചെയ്യും. അവർ പോയാൽ ബാക്കി തുടരും. അല്ലേ? എന്തുകൊണ്ടാ? ആദ്യം അവരുടെ സാന്നിധ്യം ഇല്ല, അവർ തുടർന്നു തിന്മ. പിന്നീട് അയാളുടെ സാന്നിധ്യം വന്നു, തിന്മ അവിടെ ഓഫ് ചെയ്തു. അയാൾ തിരിച്ചുപോയി, അയാളുടെ ആ സാന്നിധ്യത്തിൽ വീണ്ടും തിന്മ വന്നു. നിങ്ങൾ ചിന്തിക്കും, അവനേക്കാളുമൊക്കെ നമുക്കെല്ലാ അവൻ സ്നേഹം തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവൻ സുഹൃത്തായത്. അവനേക്കാളും നമ്മൾ സ്നേഹിച്ച, അവനേക്കാളും നമുക്ക് മഴയും കാറ്റും തന്നിരിക്കുന്ന, നമ്മളുടെ വരുമാനം തന്നിരിക്കുന്ന, അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം തന്നിരിക്കുന്ന, മക്കളെ തന്നിരിക്കുന്ന, കുടുംബത്തെ തന്നിരിക്കുന്ന, പാർപ്പിടം തന്നിരിക്കുന്ന, ഈ സംവിധാനങ്ങളെല്ലാം തന്നിരിക്കുന്ന അള്ളയുടെ വന്നിരിക്കുന്ന എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അള്ളയുണ്ട് തൊട്ടടുത്ത് എന്നെ കാണുന്നു. പടച്ച തമ്പുരാൻ എന്റെ ഈ തിന്മ കാണുന്നു എന്ന് കറക്റ്റ് ബോധ്യമുള്ളൊരുത്തന് ആ തിന്മ ചെയ്യാൻ സാധിക്കില്ല. കൂട്ടുകാരൻ വന്നാൽ തിന്മ ചെയ്യാത്ത മനുഷ്യരാണെങ്കിൽ അള്ളയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളൊരു കുട്ടിയും പ്രിയപ്പെട്ടവരെ തിന്മ ചെയ്യുന്ന പ്രശ്നമില്ല. അത് അവിടെയാണ് തൗഹീദ് കൊണ്ടുണ്ടാകുന്ന പ്രസക്തി. എന്താണെന്നറിയോ? കർമ്മം സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന തൗഹീദ് ഉണ്ടാകുക എന്നുള്ളതാണ്. എങ്കിലേ നമ്മളുടെ ഇബാദത്തുകൾ സ്വീകരിക്കും. ഒരു അടിമക്ക് സൃഷ്ടാവിനോടുള്ള ഏറ്റവും വലിയ കടമ അവൻ ചെയ്യേണ്ട നന്മകളിൽ ആദ്യത്തേതും ഏറ്റവും ഉന്നതമായതും പരലോക വിചാരണയിൽ ആദ്യത്തേതും ഗൗരവമേറിയതും നമസ്കാരവും മറ്റേത് കർമ്മവും സ്വീകരിക്കപ്പെടാൻ ഒന്നാമത്തെ നിബന്ധനയായി നിൽക്കുന്നതാണ്. നമസ്കാരം എന്താ? അള്ളാഹുവുമായിട്ടുള്ള അല്ലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സൽക്കർമ്മമാണ്. ആ കർമ്മം കൊണ്ട് അവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അത് മാത്രവുമല്ല, ഖുർആൻ പറയുന്നില്ലേ, ദാലിക ഹുദല്ലാഹ് യഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദി വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ എന്ന ഖുർആൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുൻകാല പ്രവാചകന്മാർക്കും എല്ലാം തന്നെ ശിർക്ക് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകുമെന്നതാണെന്നും നീ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നും അല്ലാഹു വഹി നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയതാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്ത് സുമറിൽ കാണാം, നബിയേ നിനക്കും നിന്റെ മുൻപുള്ളവരിലേക്കും തീർച്ചയായും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നീ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ നിശ്ചയം നിന്റെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലായി പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വസ്തുവിൽ ഇന്നത് ചെയ്താൽ എന്റെ അസുഖം മാറും, ഇന്നടുത്ത് പോയി അയാളെ കണ്ടാൽ എന്റെ രോഗം മാറും, ഇന്നത് വീട്ടിൽ കെട്ടിത്തൂക്കിയാൽ ഇതുവരെ കിട്ടാത്തൊരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന നിലക്ക് ചെറിയ ചില വസ്തുക്കളിലോ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരെ നിങ്ങൾ ദുർബലരാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എന്ന് ഖുർആൻ പറഞ്ഞ മനുഷ്യന്മാരിൽപ്പെട്ട ഏറ്റവും ആദവദിച്ച ഒരു വരുമാനമോ ഒന്നുമില്ലാത്ത ഈ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് വലിയ ധനാഢ്യനായ എല്ലാ സംവിധാനങ്ങളുള്ള മനുഷ്യൻ പോയിട്ട് എന്ത് ചെയ്യാണ്? കാലിൽ വീഴാണ്. നമ്മൾ കാണുന്നില്ലേ? വലിയ വലിയ മന്ത്രിമാരും രാജാക്കന്മാരും വലിയ വലിയ കോടീശ്വരന്മാരും അവരെ മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? സാഷ്ടാംഗം നമിക്കുകയാണ്, സുജൂദിലേർപ്പെടുകയാണ്. അങ്ങനെയായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചെറിയ പ്രതീക്ഷ നമുക്ക് തോന്നിപ്പോയാൽ അതുവരെ ചെയ്തിരിക്കുന്ന ഇബാദത്തുകളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനിയോ നരകത്തിൽ പോകേണ്ടി വന്നവരെ ശുപാർശയിലൂടെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഈ ലോകത്ത് നടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഷ്ടം പോലെ ശുപാർശ നടത്താനോ സ്വാധീനം ചെലുത്തുവാനോ മുൻകൂട്ടി സമ്മതം കിട്ടാതെ ശുപാർശ ചെയ്യുവാനോ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ വിധികർത്താവ് സൃഷ്ടികളുടെ വർത്തമാന ഭാവി കാലങ്ങളെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായും പൂർണ്ണമായും അറിയുന്ന അള്ളാഹുവിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ലവരായാൽ, അവന്റെ അടിമയായി അവൻ വിശ്വസിക്കുന്നവരായാൽ ഈ പറഞ്ഞ സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കും.
അതിനെ കുറച്ച് മുമ്പ് ഒരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഉമർ ഖത്താബിന്റെ അടുക്കലേക്ക് ഖിലാഫത്തിന്റെ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നു പറഞ്ഞു. അയാൾ പിന്നെ വന്നില്ല. ഉമർ ഖത്താബ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പരിശുദ്ധ ഖുർആൻ മുഴുവനും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സുഖത്തിനോ സൗകര്യത്തിനോ പദവിക്കോ ഒരു ഉമറും ആവശ്യമില്ല. ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായി, അല്ലാഹ് മതിയെന്ന്. ഉമർ ഖത്താബ് എന്താ ചെയ്തു? ഉമർ ഖത്താബ് ചോദിച്ചു, സഹോദര ഏതായത്ത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ചോദിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? വമൻ യത്തഖില്ലാഹ യജഅൽഹു മഖ്റജ. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ഏതൊരുവൻ അല്ലാഹുവിൽ സൂക്ഷിക്കുന്നവനാണോ അവൻ അല്ലാഹ് മതി. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് നിർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും. പരീക്ഷണങ്ങൾ നങ്കൂരമിട്ട് വരും. അവിടെയൊന്നും ഒരു മനുഷ്യനും ഒരാളും തന്നെ എന്ത് ചെയ്യരുത്? അള്ളാഹനെ കൈവിടിയുന്ന അവസ്ഥയിലേക്ക് പോകരുത്. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും സകലമാന തോന്നിയാസങ്ങളും തിന്മകളൊക്കെ കണ്ടാലും അവർ അള്ളാഹനെ പറ്റി പറഞ്ഞ് ഉപദേശിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിട്ടാവണം ഒരു മനുഷ്യൻ തിന്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. എന്നാലേ കൂലിയുള്ളൂ. സാഹചര്യങ്ങളൊക്കെ ഓക്കെ, നമുക്ക് ചിലപ്പോൾ ആ സാഹചര്യമായിരിക്കും നമുക്കതിൽ സംവിധാനം ചെയ്തു തരിക. പക്ഷെ ഉള്ളിൽ എന്ത് വേണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിക വേഷം ധരിച്ചിട്ടോ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമസ്കരിച്ചിട്ടോ, മറ്റൊരാളെ പ്രീതിപ്പെടുത്താൻ നമ്മൾ സദഖ ചെയ്തിട്ടോ കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടിയിട്ടാകണം. നമ്മുടെ മക്കളോടും അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു ഒരിക്കലും മരിക്കാത്ത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സീനത്തും വലാനോ, ഉറക്കമില്ല, മയക്കം പോലുമില്ല എന്നാണ് പറഞ്ഞത്. ഒരു മയക്കം പോലുമില്ലാത്ത ആ റബ്ബ് നിന്നെ നോക്കുന്നുണ്ട് മോനെ. ആ റബ്ബാണ് നിനക്കുള്ള വായു തന്നത്. ഞാൻ നിന്റെ ഒരു പിതാവ് മാത്രമാണ്. നിന്നെ നിയന്ത്രിക്കുന്നതും നിനക്കുള്ള സകലമായ സൗകര്യങ്ങളും. ഇന്നലെ ഇൻഹാൻസിൽ പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, കൈകളും കാലുകളും വിറച്ചുകൊണ്ടല്ലാതെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ആ വാർഡിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ പോയിട്ടുണ്ടാകും, അതിനേക്കാളും പോയവരാണ് നിങ്ങളെല്ലാവരും. എന്താ അവിടുത്തെ അവസ്ഥ? ആലോചിച്ചു. വലിയ 18, 20, 22 വയസ്സുള്ള പെൺകുട്ടികളെ നിലത്തിങ്ങനെ കിടത്തിയിട്ട് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തിട്ട് ഇറക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് വിരലിട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് മൂക്ക് പൊത്തുകയാണ്. 20 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരിത്തിരി കഞ്ഞി അതിന്റെ ഉള്ളിലേക്ക് പോകാൻ ആ ഉമ്മമാര്, ആ അമ്മ മെനക്കെടുന്നത് കണ്ടിട്ട് അൽഹംദുലില്ലാഹ് സുജൂദിന് വീഴാൻ മാത്രം അത്ഭുതങ്ങളാണ് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര മക്കളെ നമുക്ക് തന്നു. നമ്മുടെ ഓരോ അവയവം എടുത്തു. നമ്മൾ ഓരോ അവയവവും കണ്ണ്, ആ കണ്ണൊന്ന് കാണാതായിപ്പോയി. പ്രിയപ്പെട്ടവരെ, കൊടുക്കോ നിങ്ങൾ ആർക്കെങ്കിലും? നിങ്ങൾക്ക് കാഴ്ച വേണ്ട എന്ന് വിചാരിച്ച് കണ്ണു ചുമ്പി ഒരു ദിവസം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ആലോചിച്ചു. മൂക്കിന്റെ കാര്യം എടുത്തു. ശ്വസിക്കുന്നു നമ്മൾ നിഷ്പ്രയാസം. ഓരോ മണിക്കൂറിനും ബില്ലുകൾ തുറതുരാ നൽകിക്കൊണ്ട് പല മക്കളുടെ ഓട്ടി നടക്കുകയാണ്. വാപ്പാനെ കുറച്ചുകൂടി സമയം ശ്വാസം ഒന്ന് റെഡിയാകാൻ, അല്ലേ? ഓക്സിജന്റെ ആ സിസ്റ്റം ഒന്നും വേണ്ട. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അകത്ത് ഒരൽപ്പം പൊടിപടലമോ ഒരൽപ്പം പുകയോ വന്നാൽ മനസ്സിലാകും അള്ളാഹു നൽകുന്ന സംവിധാനത്തിന്റെ സൗകര്യങ്ങൾ എത്രയാണ്. ഇനി ചെവി എടുത്തു നോക്ക് നിങ്ങൾ. ചെവി കേൾവിയില്ലാത്ത മനുഷ്യന്മാരോട് സംസാരിക്കാൻ അവരുടെ കുടുംബക്കാരും നാട്ടുകാരും പ്രയാസപ്പെടുന്നതും മനസ്സിലാക്കാൻ അവർ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നൽകിയ അനുഗ്രഹം ചെറുതല്ല പ്രിയപ്പെട്ടവർ. നാവും തൊണ്ടയും ഭക്ഷണവും ഒക്കെ ഒരു തുള്ളി വെള്ളം ഒന്ന് ഇറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഉമിനീരൊന്ന് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഈ സംവിധാനങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇതൊക്കെ എന്താ നിയന്ത്രിക്കുന്നത്? പടച്ചോനാ. ലോകത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും, എല്ലാ MBBSകാരും, എല്ലാ ഡോക്ടർമാരും എത്ര കണ്ട് ഗവേഷണം നടത്തിയാലും ചില രോഗങ്ങൾക്ക് അവർ അവസാനം നൽകുന്ന പ്രതിവിധി എന്താ? ഇതിങ്ങനെ തന്നെ തുടരും. ഇതിങ്ങനെ തുടരാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? നിയന്ത്രിക്കുന്നത് പടച്ചോനാ. ആ അള്ളാഹുവിനോട് നമ്മൾ അടുത്ത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കളെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരല്ലേ നമ്മൾ? ചെല്ലണം നമ്മൾ ക്യാൻസർ സെന്ററിൽ, ചെല്ലണം നമ്മളെല്ലാവരും റിഹാബിലിറ്റേഷൻ സെന്ററുകളിൽ. അതുപോലെ തന്നെ ജന്മനാ വൈകല്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കൊണ്ടുപോയിട്ട് മോന് കാണിച്ചു കൊടുക്കുക. അള്ളാഹുവിന് മോനെ, നമ്മുടെ ഉമ്മാന്റെ പള്ളയിൽ നീ സുന്ദരനായി വളർന്നു വരുമ്പോൾ പടച്ചോന് നിന്നെ ഇങ്ങനെ ആക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ ഏതോ പാപം ചെയ്തിട്ടോ, ഈ കുട്ടി ഏതോ പാപം ചെയ്തിട്ടോ ആയിരിക്കില്ല ഈ കുട്ടി ഇങ്ങനെ ജനിച്ചത്. അള്ളാഹു നിന്നെ എങ്ങനെയാ ജനിപ്പിച്ചത് നോക്കുമോനെ. അങ്ങനെ നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തെ മക്കളെ കാണിച്ച് തിരിച്ചറിയിച്ചു കൊടുത്താൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അചഞ്ചലമായ വിശ്വാസം അവന് വരും. അവൻ എത്ര ഫക്കീറായാലും, എത്ര ദരിദ്രനായാലും, എത്ര രോഗിയായാലും, എത്ര ദുർബലനായാലും, റബീഉ ബിൻ ആമിറിന് ഓർമ്മയില്ലേ? അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച് റബീഉ ബിൻ ആമിർ, മെലിഞ്ഞ ശരീരക്കാരൻ, കറുത്തുണങ്ങിയ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, ചെരുപ്പ് പോലും ഇല്ലാത്ത ആ റബീഉ ബിൻ ആമിറാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, റസൂലേ
ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ഉപദേശകനായി പുറത്തു പോട്ടെ. എവിടേക്കാ പോകുന്നറിയോ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയായ ഹിർക്കലിന്റെ കൊട്ടാരത്തിലേക്കാ റബീഹ് പോകുന്നത്. നേരെ ചെന്നു പരിചാരകന്മാർ ചോദിച്ചു, എങ്ങോട്ടാണ്? നിങ്ങളുടെ രാജാവിനെ എനിക്ക് കാണണം. കയറി ചെന്നു. രാജാവ് അമ്പരന്നു പോയി. രാജാവ് ചോദിച്ചു, വമല്ലദീ ജാഅബിക്കും, ആരായത്? എന്താ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള പ്രേരകം? ഈ മുഷിഞ്ഞ വേഷം ധരിച്ച് ചെരിപ്പിടാതെ ഇങ്ങോട്ട് കടന്നു വരാൻ നിനക്ക് നൽകിയ സാമർത്ഥ്യം, ധൈര്യം എന്താന്ന് ചോദിച്ചു. റബീ എന്താ പറഞ്ഞത്? റബീ പറഞ്ഞു, എന്താ പറഞ്ഞത്? റബീ ഇബ്നു ആമിർ പറഞ്ഞു, എന്താ? ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പുറപ്പെട്ടൊരു വിഭാഗമാണ്. മനുഷ്യന്മാരെ, സൃഷ്ടികളെ ആരാധിക്കുന്നവരെ ആ സൃഷ്ടാവിനെ ആരാധിക്കുന്ന തലത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടൊരു വിഭാഗമാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ചെരുപ്പുണ്ടാവില്ല. ഞങ്ങൾക്ക് അതൊന്നും നോക്കണ്ട. ഞങ്ങളൊരു റബ്ബിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവര്, എന്താ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു. റബ്ബിലുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ആരാധനയിലേക്കും അവരുടെ ചിന്തകളെ, അവരുടെ വിളിയാളങ്ങളെ, നേട്ടങ്ങളെ കൊണ്ടുപോകാൻ അവിടെയുള്ള വലിയ വലിയ ആളുകൾ വിചാരിച്ചിട്ട് പോലും അവർ തയ്യാറായിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹയുടെ ചരിത്രമോർമ്മയില്ലേ? ബിലാൽ ഇബ്നു റബാഹയുടെ യജമാനൻ എന്താ? ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ബിലാലിനെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ വിളിയതാ ലാത്തയെ വിളി അല്ലെങ്കിൽ ഉസ്സയെ വിളി എന്ന് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ബിലാൽ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞപ്പോഴാ മുഴുവൻ വസ്ത്രങ്ങളും ഒലിഞ്ഞ് ആ മക്കയുടെ ചുട്ടുപഴിപ്പിച്ച മണൽത്തരിയിൽ വിവസ്ത്രനായി കിടത്തി വലിയ പാറക്കല്ലുകൾ കൊണ്ടുപോയി ബിലാലിന്റെ നെഞ്ചത്ത് വെച്ച് കഴുത്തിൽ കയറിട്ട് കുടുക്കി അങ്ങാടിപ്പിള്ളേരെ കൊണ്ട് വലിപ്പിച്ചു. ഒരു ദിവസമല്ല പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദിവസങ്ങൾ ആ പിടിച്ചു വലിച്ച ആളുകൾ കുഴങ്ങുന്നത്ര. എന്നിട്ട് അവസാനം അവർ പറഞ്ഞത്രേ, ബിലാൽ ഒരൊറ്റ തവണ നിങ്ങൾ ലാത്ത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ തവണ നിങ്ങൾ ഉസ്സയാണ് ദൈവമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയായിരുന്നു ബിലാൽ എന്ന് പറയുന്നിടത്തേക്ക് വന്നു. അവര് തളർന്നു. എന്നിട്ട് ബിലാൽ എന്ത് ചെയ്തു? എന്ത് മെനക്കെട്ടാലും എന്ത് പ്രയാസപ്പെട്ടാലും അള്ളാഹു ഒന്നാണ്, അള്ളാഹു അഹദ്, അവനാണ് ആരാധ്യൻ എന്ന് പറയുന്നിടത്തേക്ക് അവരുടെ വിശ്വാസം ഉറച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ആ റബ്ബിനെ പറ്റി നമ്മൾ വിചാരിക്കും, മദ്രസയിൽ പോകുന്നുണ്ടവൻ, സ്കൂളിൽ ഒരു പീരീഡ് മോറൽ സ്റ്റഡീസ് ഉണ്ട്, അവൻ ഇങ്ങനെ ഇസ്ലാമായിട്ട് അങ്ങനെ വളർന്നു വരും. പറ്റൂല, അത് പോരാ പ്രിയപ്പെട്ടവരെ. അവൻ ജുമാക്ക് നമ്മളെ കൂടെ ഉണ്ട്, പോരാ. എല്ലാ ദിവസവും അള്ളാഹിനെ പറ്റി പറയുന്ന അവസ്ഥ ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കാറിൽ, നമ്മുടെ ഫ്ലാറ്റിൽ, നമ്മുടെ പിന്നേശകളിൽ, നമ്മൾ എവിടെയൊക്കെ നമ്മളെ മക്കളുണ്ട്. ഇനി മക്കളില്ലേ, മക്കളെ വിളിച്ചു വരുത്തണം. മക്കളെ വിളിച്ചു വരുത്തി ചുറ്റുപാട് ഇരുന്നിട്ട് അള്ളാഹിനെ പറ്റിയിട്ട് പറയാൻ നിങ്ങൾക്ക് വലിയ ഇൽമു വേണോ? ഒരു രക്ഷിതാവിന് ആവശ്യമില്ല ഇൽമു. നമ്മുടെ റബ്ബിനെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴിയാത്രകളിലും ഓരോ പ്രായത്തിലും നമ്മൾ നേരിട്ട ചരിത്രങ്ങളും നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തിയതും, ഒരു തൊഴിലാളിയായ ഒരു സ്ഥാപനത്തിൽ കയറി വന്ന് നമ്മളൊരു മുതലാളിയായിട്ടുണ്ടെങ്കിൽ, ഒരു ബോസായിട്ടുണ്ടെങ്കിൽ ആ ചരിത്രം പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ സഹായിച്ചതിന്റെ ചരിത്രം നമ്മുടെ മക്കൾക്ക് മനസ്സിലാകാൻ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടില്ലേ? സ്കാനിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രസവത്തിൽ വരാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാത്ത തരത്തിൽ രക്ഷപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഈ ഒരു ചരിത്രം പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് റബ്ബിന്റെ ഇടപെടൽ മനസ്സിലാകും. അങ്ങനെ അള്ളാഹുവിനെ പറ്റിയിട്ട് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ഒരാളെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറാതെ ഏകനായ റബ്ബിന്റെ കലിമത്തു ഷഹാദയിൽ ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മോനാകാൻ, നല്ല മോളാകാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് സാധിക്കും. നല്ലൊരു സ്ത്രീയാകാൻ ഭാര്യയ്ക്ക് സാധിക്കും. നല്ല മാതാപിതാക്കളാകാൻ അവർക്ക് സാധിക്കും. നമുക്ക് സാധിക്കും. അത്തരണത്തിലാണ് നമ്മളുടെ ചിന്തകൾ പോകേണ്ടത്. എങ്കിൽ തിന്മകളുടെ ഒരുപാട് ആയത്തും ഹദീസും ഇങ്ങനെ വായിച്ചും പറഞ്ഞും കൊടുത്താൽ അവർ കേൾക്കും, നമുക്ക് ബോധ്യപ്പെടും. നമ്മളൊരു പക്ഷേ ആ ചരിത്രങ്ങൾ കേട്ട് കരയും, നല്ല ഹുതുബയാണെന്ന് പറയും. പക്ഷെ തിന്മകൾ നമ്മുടെ കൂടെ നിലനിൽക്കും. എന്തുകൊണ്ടാ? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു അത് എന്നിടത്തേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ കേവലമായ ഒരു ഹുതുബയുടെ ഭംഗിയോ, പള്ളിയിലെ ഹുതുബയുടെ പ്രശ്നമോ, ഖത്തീബിന്റെ പ്രൗഢിയോ, ഇതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിൽ അതിനെ സ്വാധീനിച്ചിട്ട്. അത് പോരാ. അള്ളാഹുവിനെ പറ്റി നമ്മുടെ ദീനിലായിരിക്കണം നമ്മുടെ വിശ്വാസം ഉണ്ടാകേണ്ടത്. അങ്ങനെയാകുമ്പോൾ ചില ആളുകളുണ്ടല്ലോ, അങ്ങനെ ചില ആളുകളുള്ള സമയത്ത് അവർക്ക് ഭയങ്കര സ്വാധീനമായിരിക്കും ദീനിൽ. അയാൾ അവിടുന്ന് പോയി എന്ന് കണ്ടാലോ ചിലർ ആ പള്ളിയിൽ തന്നെ വരില്ല. ചിലർ എന്ത് ഈ ആ പരിപാടിയൊക്കെ നിർത്തും. ദൈവത്തിലൊക്കെ ഭയങ്കര സജീവമായിരിക്കും. അയാളോടുള്ള ഇഷ്ടമായിരിക്കും. പറ്റൂല. ആ ഇഷ്ടമല്ല വേണ്ടത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അതുകൊണ്ടാണ് ഒറ്റക്ക് പോയി ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദീന് മറ്റുള്ള ആളുകൾക്ക് പ്രബോധനം ചെയ്യുന്ന പണിയെടുത്തിട്ടുണ്ട്. ഒറ്റക്കൊറ്റക്ക് മരണപ്പെട്ട് കിടക്കുന്നുണ്ട് ഓരോ സഹാബാക്കൾ. മദീനത്ത് പോയാൽ എല്ലാ സഹാബാക്കളുടെയും മഖബറുകൾ നിങ്ങൾ കാണില്ല. അവിടുത്തെ ലിസ്റ്റുകളിൽ ചില പ്രധാനികളുടെ പേരുകൾ നിങ്ങൾ കാണില്ല. അവർക്കും ഓരോ നാടുകളിൽ പ്രബോധനം ചെയ്യവേ മരണപ്പെട്ടവരും കൊല ചെയ്യപ്പെട്ടവരും
പ്രിയപ്പെട്ടവരുമായി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ആവേശത്തിലാകരുത്. ഭർത്താവിന് വേണ്ടിയിട്ട് നല്ല മുഅ്മിനത്തായി ജീവിക്കുന്ന ഒരു സ്ത്രീ ഭർത്താവിന്റെ മരണത്തോടുകൂടി ഇബാദത്തുകളിൽ നിന്ന് പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ട് പലയിടത്തും. ഉണ്ടാവരുത്. അവർ മുന്നോട്ട് വരണം. ഭാര്യമാർ പോയാൽ ഭർത്താക്കന്മാർ നിർത്തുന്ന പരിപാടിയിൽ പറ്റൂല. അത് മുന്നോട്ട് പോകണം. കച്ചവടം പ്രൗഢിയിൽ നിൽക്കുമ്പോൾ സജീവമായ ആളുകൾ കച്ചവടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, നഷ്ടത്തിലാകുമ്പോൾ ഇബാദത്തുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നവരുണ്ട്. സംഘടനാ പ്രശ്നങ്ങളിലും കൂട്ടായ്മകളുടെ പ്രശ്നങ്ങളിലും ഒക്കെ കണ്ടിട്ട് എല്ലാം നിർത്തുന്നവരുണ്ട്. സുന്നത്തുകൾ വരെ ഉപേക്ഷിക്കുന്നവരുണ്ട് ഈ വാശിയിൽ. എന്തിനായിരുന്നു അയാൾ ആ സുന്നത്ത് തുടങ്ങിയിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനായിരുന്നു അയാൾ നല്ലവനായി ജീവിച്ചു വന്നത്? ഭൗതികമായ എന്തോ സ്വാധീനത്തിന് വേണ്ടി ആ ആളുകൾക്കൊന്നും പ്രതിഫലം ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹനെ സൂക്ഷിച്ച്, അള്ളാഹനെ ഭയപ്പെട്ട്, അള്ളാഹുവാണ് എന്റെ എല്ലാം, അള്ളാഹുവാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ സൽക്കർമ്മങ്ങൾ, ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്ന ആളുകളാണ് നമ്മൾ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ ഓർത്തും സൂക്ഷിച്ചും ആരാധിച്ചും ജീവിതത്തിലെ സകലമാന തിന്മകളിൽ നിന്നും ശ്രദ്ധയോടുകൂടി ജീവിതം നയിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ പ്രാധാന്യത്തിൽ പെട്ട പ്രധാനമായ ഒരു കർമ്മമായിരുന്നു കഅബാലയത്തിന്റെ നിർമ്മാണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആദ്യത്തെ ഭവനമായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു നടത്തിയൊരു കരാർ ഖുർആൻ പറയുന്നുണ്ട്. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِهِ شَيْئًا وَطَهِّرْ بَيْتِي لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നടത്തിയ കരാറാണ് ഖുർആൻ പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിമിന് കഅബയുടെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം നോക്കുക. ഏതൊരുവരെയും അല്ലാഹു സുബ്ഹാനഹു തആലയോടൊപ്പം പങ്കു ചേർക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കരാർ. പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ മാത്രം ആരാധിക്കാനുള്ള ഖിബ്ലയായി കഅബാലയത്തെ നമുക്ക് നിശ്ചയിച്ചു തരുമ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് എങ്ങോട്ടാ? കഅബാലയത്തിലേക്കാണ്. ആ ഒരു ഖിബ്ല, ഏകനായ ദൈവത്തെ ആരാധിക്കാൻ, ഏകനായ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ, അവനെ പുകഴ്ത്താൻ, അവനെ ഓർക്കാൻ, അവനോട് ചോദിച്ചു നേടിയെടുക്കാൻ, അവന്റെ തൃപ്തികൾ കരഗതമാക്കാൻ, ഇതിനാണ് നമ്മുടെ ഇബാദത്തുകളെല്ലാം ഏർപ്പെടുന്നത്. ആ ഇബാദത്തുകളിൽ സജീവമാകുക എന്നത് തിന്മകളിൽ നിന്ന് വലിയൊരു തലത്തിൽ രക്ഷ നേടാനുള്ള ഒരു മാർഗം. ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട് സമയം കാണാം. ഇബാദത്തിനെ പറ്റിയിട്ട് ചർച്ച ഉണ്ടാവുക. എവിടെയാണോ ഒരു സൽക്കർമ്മം നടക്കാനിരിക്കുന്നത് അവിടെ നമ്മളും ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തിലേക്ക് കടന്നു വരിക. അതിനുള്ള സമയത്തെ നീക്കിവെക്കുക. ഒരു ഭൗതികതയും പ്രിയപ്പെട്ടവരെ അതിനെ മൂടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ അവരുടെ കച്ചവടവും അവരുടെ ഇടപാടും ഒരിക്കലും അതിന് തടസ്സമാകില്ല എന്നാണ് സത്യവിശ്വാസികളെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത്. അത്തരുണത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. സ്വർഗനരകങ്ങളെ പറ്റിയിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ദീന്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീന്, അതിന്റെ ഇസങ്ങളിൽപ്പെട്ട ഒരു സൈഡ്, ഒരു ചാപ്റ്റർ മാത്രമാണ് സ്വർഗം. അവിടെ അങ്ങനെയാണ്, നരകത്തിൽ ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ചു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സ്വർഗം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കണ്ട ആ ഒരു പളപളപ്പും ആ ഒരു ടെക്നോളജിയൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നില്ലേ? ആലോചിച്ചു, കൈകാട്ടിയാൽ വെള്ളം വരുന്നു, നമ്മൾ നടന്നു പോകുമ്പോൾ ഡോറ് തുറക്കുന്നു. എന്തൊക്കെ വിസ്മയങ്ങളാണ്! മനസ്സിൽ വിചാരിക്കുന്ന സംഗതി ഫോണിന്റെ അകത്ത് വരികയാണ്. ആലോചിച്ചു, മനസ്സിലൊരു സംഗതിയെ പറ്റി പഠിക്കണം, അന്വേഷിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആ സാധനത്തിനെ പറ്റിയിട്ടുള്ള പരസ്യം. ആലോചിച്ചു, അത്ര ടെക്നിക്കലി നമ്മൾ വളരുമ്പോൾ നമ്മൾ മുൻപ് മനസ്സിൽ കൺസെപ്റ്റ് ചെയ്ത സങ്കല്പിച്ച സ്വർഗം, അല്ല സ്വർഗതുല്യമായ ചില ടെക്നോളജി, മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ അള്ളാഹു നൽകിയ കഴിവുകളെ വികസിക്കുമ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ സംവിധാനിക്കപ്പെടുമ്പോൾ അതൊന്നുമല്ലാത്തൊരു സ്വർഗമാണ് അവിടെ കിടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ആലോചിച്ചു. അതുപോലെ തന്നെ തീനാളങ്ങൾ, തീജ്വാലകൾ, സ്ഫോടനങ്ങൾ, ഇതൊക്കെയും നമ്മൾ പണ്ടുകാലത്ത് നരകമെന്ന് കേൾക്കുമ്പോൾ
വിചാരിച്ച തീനാളങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. വലിയ വലിയ പ്രദേശങ്ങൾ ഒന്നിച്ച് കത്തിച്ചാമ്പലാകുന്നതും ബിൽഡിങ്ങുകൾ കത്തിച്ചാമ്പൽ, കടലുകൾ കത്തുന്നത് വരെ അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ ഒരുപാട് അഗ്നിജ്വാലകൾ കണ്ടില്ലേ? അതൊക്കെ മനുഷ്യന്മാരുടെ ഭൗതികമായ ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാറുക്കും ജുസ്ഉൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തീജ്വാല, നരകത്തിന്റെ 70 തീജ്വാലകളിൽ ഒന്ന് മാത്രമേ അതായിട്ടുള്ളൂ, ബാക്കി 69 ഇരട്ടി അവിടെ കിടക്കുകയാണ് പറഞ്ഞത്. അങ്ങനെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒരുമിച്ച് ചേർക്കാൻ. എല്ലാവരും ഓടുന്നുണ്ടെന്നറിയോ? കുട്ടികളുടെ പഠനത്തിന്റെ ചെലവ്, കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്കൂള്, കുട്ടികൾക്ക് ഏറ്റവും നല്ല എന്താ പറയാ പിന്നെ കാലാവസ്ഥയുള്ള നല്ല റൂം, നല്ല ഫ്ലാറ്റ്, അവനുള്ള ഫർണിച്ചർ, ഇങ്ങനെ ദുനിയാവിലേക്കുള്ള സാധനം നമ്മളൊക്കെ ഞാനും നിങ്ങളും ഓടി നടക്കുന്നത് അത് സെറ്റ് ചെയ്യാനാണ്. എന്നാൽ അവൻ നാളെ മരണപ്പെട്ടാൽ അല്ലേ, അവന് നാളെ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പെട്ടാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെയെല്ലാം സജീവമായി നിൽക്കുന്ന നമ്മുടെ കുറെ കൂട്ടുകാരന്മാരുണ്ട്, നമ്മുടെ ചങ്ങാതിമാർ, നമ്മുടെ പ്രവർത്തകർ, അവരുടെ കുടുംബത്തിൽ ഒരു കുട്ടി 22-കാരൻ ഒരാഴ്ചയായി പ്രിയപ്പെട്ടവരെ ബോധമറ്റ് കിടക്കുകയാണ്. കാശ്മീരിലെ ഏതോ ഒരു യാത്രാവേള ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഇന്നും ബോധം വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവാവിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായിട്ട് നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാൽ ആ കുട്ടി ആരോഗ്യവാനായി തിരിച്ചു വരും. പ്രിയപ്പെട്ടവര്, നിരവധി ആളുകളുണ്ടെങ്കിൽ ഈ വെക്കേഷനിൽ അപകടങ്ങളിൽപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ബോധമില്ലാത്തവരുണ്ട്, ഓപ്പറേഷനുകൾക്ക് വിധേയമായ ആളുകളുണ്ട്. വെക്കേഷനുകളെ ഹോസ്പിറ്റലുകളിൽ മാത്രം കിടക്കാൻ മാത്രമുള്ള വെക്കേഷനുകളായി മാറിയ മാതാപിതാക്കളുണ്ട്. അവരുടെ ജോലികൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ഈ ആഫിയത്തും നമുക്ക് കിട്ടിയ ആരോഗ്യവും ഇതര ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ ആഫിയത്തിനെ വരെ അള്ളാഹു കരുതുന്ന തലത്തിലേക്ക് മാറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട്. ആ യുവാവിന്റെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യുവാവിന് ആഫിയത്ത് നൽകുമാറാവട്ടെ. അപകടത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മുടെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. രോഗികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അവരുടെ സാമ്പത്തികത അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപോഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ പോരായ്മകളും അതിലൂടെ അള്ളാഹു മായ്ച്ചു തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصرنا الإخوان المسلمين في كل مكان. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله.